പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യായാവർ എന്നറിയപ്പെടുന്ന എഴുത്തുകാരന്റെ മനോഹരമായ ഒരു ഓർമ്മക്കുറിപ്പാണ്. ഇതിന്റെ പേര് മീഠാ സംത്ര എന്നാണ്. ഒരു ചെറിയ കടയും അവിടുത്തെ വൃദ്ധിയായ കച്ചവടക്കാരിയുമായി എഴുത്തുകാരനുണ്ടായിരുന്ന സൗഹൃദമാണ് ഇതിലെ പ്രധാന വിഷയം. എഴുത്തുകാരൻ ഷില്ലോങ്ങിൽ താമസിച്ചിരുന്ന കാലത്തെ ഒരു ഓർമ്മയാണ് ഈ ലേഖനം. മൽക്കിക്കുന്നുകളിലെ ഒരു ചെറിയ കടയിൽ ഒരു വൃദ്ധിയായ സ്ത്രീ പഴങ്ങൾ വിറ്റിരുന്നു. എഴുത്തുകാരൻ പലപ്പോഴും ഈ കടയിൽ പോകുകയും വൃദ്ധിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. വൃദ്ധിയുടെ ചെറുമകളും അപ്പോൾ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരു ദിവസം എഴുത്തുകാരൻ വൃദ്ധിയോട് തമാശയായി ചോദിച്ചു, നാരങ്ങ മധുരമുള്ളതാണോ? വൃദ്ധ, വളരെ മധുരമുള്ളതാണ്. എഴുത്തുകാരൻ ചോദ്യം ആവർത്തിച്ച് കളിയാക്കിയപ്പോൾ, എത്ര പഞ്ചസാരയാണ് ചേർത്തത് എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു. വൃദ്ധ ചിരിച്ചുകൊണ്ട് ഒരു പാവ് എന്ന് മറുപടി പറഞ്ഞു. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം എഴുത്തുകാരൻ മൽക്കിക്കുന്നുകളിൽ വീണ്ടും എത്തി. പഴയ കട അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വൃദ്ധി എവിടെയും ഉണ്ടായിരുന്നില്ല. പകരം വൃദ്ധിയുടെ കൊച്ചുമകളായിരുന്ന യുവതിയാണ് കച്ചവടം നടത്തിയിരുന്നത്. യുവതിയുമായി സംസാരിക്കുമ്പോൾ എഴുത്തുകാരൻ തന്റെ പഴയ തമാശയെ ആവർത്തിച്ചു. എത്ര പഞ്ചസാരയാണ് ചേർത്തത്? യുവതി ചിരിച്ചുകൊണ്ട് 2 പാവെന്ന് മറുപടി പറഞ്ഞു. എഴുത്തുകാരൻ നാരങ്ങകളെടുത്തു. പക്ഷെ പണം നൽകാൻ ശ്രമിച്ചപ്പോൾ യുവതി അത് വാങ്ങാൻ വിസമ്മതിച്ചു. യുവതി അദ്ദേഹത്തെ മുത്തശ്ശിയുടെ സുഹൃത്തായി തിരിച്ചറിഞ്ഞിരുന്നു. പഴയ സൗഹൃദത്തിന് സ്നേഹവും ബഹുമാനവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി നമുക്ക് ഈ ലേഖനത്തിന്റെ പൂർണ്ണ പരിഭാഷ വിശദമായി മനസ്സിലാക്കാം. ഞാൻ ഷില്ലോങ്ങിൽ ചെലവഴിച്ച ദിവസങ്ങൾ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് ആ വൃദ്ധയെ ഓർമ്മ വരും. അവർ മൽക്കിക്കുന്നുകളിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് അവർക്കൊരു ചെറിയ കടയുണ്ടായിരുന്നു. അവർ ഓറഞ്ച്, വാഴപ്പഴം, പൈനാപ്പിൾ, പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, മിഠായികൾ എന്നിവ വിറ്റിരുന്നു. സ്കൂൾ കുട്ടികളായിരുന്നു അവിടെ സ്ഥിരം ഉപഭോക്താക്കൾ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയും അവരുമായി കുറച്ചു സമയം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ അവരുടെ കൊച്ചുമകളും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ സംസാരിക്കാനായി അവിടെ നിന്നു. ഞാൻ അവരോട് ചോദിച്ചു, നാരങ്ങ മധുരമുള്ളതാണോ? അവർ പറഞ്ഞു, വളരെ മധുരമുള്ളതാണ്. എന്നാൽ ഞാൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അവർ അല്പം ദേഷ്യത്തോടെ പ്രതികരിച്ചു. മധുരമാണെങ്കിൽ പിന്നെ എന്തിനും മധുരമില്ലാതെയാകണം? എന്റെ പഴയ ചോദ്യം ഞാൻ വീണ്ടും എടുത്തെറിഞ്ഞു. എത്ര പഞ്ചസാരയാണ് ചേർത്തത്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പാവ്. ഞാൻ പറഞ്ഞു, അത്രയും ചേർത്താൽ മധുരമാകില്ല. അവർ ചിരിച്ചുകൊണ്ട് 2 വിരലുകൾ കാണിച്ചു. 2 പാവ്. ആ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മധുരമായിരിക്കും. ഞാൻ കുറച്ച് ഓറഞ്ചുകൾ വാങ്ങി വീട്ടിലേക്ക് പോന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ ഷില്ലോങ് വിട്ടു. പിന്നെ അങ്ങോട്ട് പോവുകയുണ്ടായില്ല. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഷില്ലോങ്ങിൽ പോയി. എനിക്ക് ആ വൃദ്ധിയെ ഓർമ്മ വന്നു. അവരെ കാണാനായി ഞാൻ വീണ്ടും മൽക്കിക്കുന്നുകളിലെത്തി. പഴയ സ്ഥലത്ത് തന്നെയാണ് കട. അവിടെ ഇപ്പോഴും പഴങ്ങൾ വിൽക്കുന്നു. പക്ഷെ വൃദ്ധി എവിടെയും കാണാനില്ല. പകരം വൃദ്ധിയുടെ കൊച്ചുമകൾ ഇപ്പോൾ ഒരു യുവതിയായ കടയിലിരിക്കുന്നു. കട 20 വർഷം മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. ഞാൻ ആ വൃദ്ധിയെക്കുറിച്ച് യുവതിയോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെയില്ല. ഓറഞ്ച് എടുക്കുന്നതിനിടയിൽ പതിവ് പോലെ ഞാൻ അവരോട് ചോദിച്ചു, മധുരമുള്ളതാണോ? അവർ പറഞ്ഞു, വളരെ മധുരമുള്ളതാണ്. പക്ഷെ ഞാൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവർ അല്പം ദേഷ്യത്തോടെ പ്രതികരിച്ചു. മധുരമാണെങ്കിൽ പിന്നെ എന്തിനു മധുരമില്ലാതെ ആകണം? എന്റെ പഴയ ചോദ്യം ഞാൻ വീണ്ടും എടുത്തെറിഞ്ഞു. എത്ര പഞ്ചസാരയാണ് ചേർത്തത്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പാവ്. ഞാൻ പറഞ്ഞു, ഇത്രയും കൊണ്ട് മധുരമാകില്ല. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് 2 വിരലുകൾ കാണിച്ചു. 2 പാവ്. കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു. അപ്പോൾ തീർച്ചയായും മധുരമായിരിക്കും. ഞാൻ ഓറഞ്ചുകൾ എടുത്ത് പൈസ യുവതിക്ക് നേരെ നീട്ടി. പക്ഷെ അവർ പണം വാങ്ങാൻ വിസമ്മതിച്ചു. ഒരുപക്ഷെ അവരെന്നെ തിരിച്ചറിഞ്ഞിരിക്കാം. ഞാൻ മുത്തശ്ശിയുടെ അരികിൽ നിൽക്കാനുണ്ടായിരുന്ന ആ മാലാഖിയെ പോലുള്ള കൊച്ചുകുട്ടിയെ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.